കണ്ണീര് കളിച്ചിട്ട് അതാ നീര് തലടിച്ചോ. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് കുറച്ച് കാലങ്ങൾക്ക് ശേഷം വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് ഇപ്പാക്ക് ഒരു പ്രാങ്ക് കൊടുക്കാനാണ് വന്നിട്ടുണ്ട്. എന്താ അറിയോ, 10 ദിവസം പോയിട്ട് പിന്നെ ഋതുവിന് 2 ദിവസം മാത്രം ചെയ്തു. അപ്പൊ ഞങ്ങൾ ട്രിപ്പ് പോവാന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പൊ അത് നടന്നില്ല. അപ്പൊ അതുകൊണ്ട് ഓള് ഇമ്മാന്റെ ഒടിക്ക് പോവുക. അതിനാണ് ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാണ് ഓടി. അതുകൊണ്ട് ഓളെ ഇമ്മാന്റെ ഒടിക്ക് ഇപ്പൊ കൊണ്ടാക്കിയില്ല. അപ്പൊ വേറെ സ്ഥലം വരെ പോവാണ്ട് കുറെ കാരണം പറഞ്ഞാണ്ട് എന്നിട്ട് ഓൾ നൊലോളിച്ച് ഇമ്മമാരോട് വരാൻ പറഞ്ഞു. ഇമ്മമ്മ വന്ന് ഓളെ കൊണ്ടുപോയി. പിന്നെ ഇമ്മ കെഞ്ചി ചോദിച്ചതാണ് ഇപ്പാനോട്, ഞാനും പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോ ഇജ്ജ് പോണ്ടെന്ന് പറഞ്ഞു. പക്ഷെ സത്യം പറഞ്ഞ അമ്മ പോയിട്ടില്ല. പക്ഷെ നമ്മൾ ഇപ്പാനോട് പറയണ എന്താ അറിയോ, ഉമ്മ പോയിക്കൂന്നാണ്. അപ്പൊ ഇമ്മേനെ ഐഡിയ ഉണ്ടായി തന്നത്. അപ്പൊ നമുക്ക് ഇമ്മാന്റെ അടുത്ത് കൂടി ഒന്ന് പോയി നോക്കാം. ഇപ്പാനെ പ്രാങ്ക് ചെയ്യണ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോ നമ്മള് ബാത്റൂമിലാണ് ഇരിക്കാൻ പ്ലാൻ ചെയ്തത്. ബാത്റൂമിലല്ല, മേലെ പോയിരിക്കണേ. മേലത്തെ റൂമില്. നിങ്ങൾക്ക് ബാത്റൂമിലെ മേലെ പോയി ഇരിക്കണ്ടേ? പറയത്തിട്ടാ, മേലെ പോയി നമുക്ക് റൂമിൽ ഇരിക്കട്ടോ. ഇപ്പൊ ചീത്തറിനൊക്കെ അപ്പൊ ഇപ്പൊ വരാൻ നേരായി. ഇത്രയും നേരായിട്ട് പെരീക്ക് വന്നിട്ടില്ല. സമയം നോക്കി നിങ്ങള് 11:45 സമയം അറിയില്ല എനിക്ക്. അപ്പൊ ഇപ്പൊ വന്നിട്ട് ഇപ്പാന്റെ റിയാക്ഷനും കാര്യങ്ങളും ചൂടാവലും എന്നിവിടെ ഒച്ചപ്പാടെ ഫോൺ വിളിച്ചിട്ടു ഫോൺ പക്ഷേ ശരിക്കും നമ്മളാ എടുക്കണീല കണ്ടിന്. ഇപ്പൊ അവിടെ നിക്കാൻ പറയും. ഇപ്പൊ വിളിച്ചാലേ ഇഞ്ഞാണ്ട് വരണ്ട മേലക്ക് കണ്ടി ഫോണിൽ പോയിക്കോളി, എന്നിട്ട് സൈലന്റ് ആക്കിട്ടാണ്. എന്നിട്ട് ഇപ്പൊ അയക്ക് വിളിച്ചോട്ടെ. നിങ്ങള് കട്ടായി കളി, ഫോൺ കട്ടായി കളി. എടുത്തു വാണ് വർത്താനം പറഞ്ഞാ കേക്കൂല പൊട്ടാ. ഫോൺ കട്ടാക്കിയാ മതി. പിന്നെ കാര്യം നമുക്ക് 2 ക്യാമറയിലൊക്കെ എടുത്താലോ. ചിലപ്പോ ക്ലിയർ കമ്മി ഉണ്ടാവും. അതുകൊണ്ടൊന്നും നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഏതെങ്കിലും മൂലൊക്കെ വെച്ചെടുത്താൽ അല്ലെങ്കിൽ ഇപ്പാക്ക് പ്രായങ്കാന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ചെറിയ ക്ലിയറിന് കമ്മിയൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാവും. അത് ക്ഷമിക്കുക, അല്ലാതെ നേരത്തെ പറയാം. ഫോൺ സൈലന്റ് ആക്കി കേട്ടോ, സൈലന്റ് ആക്കി ഇട്ടിരുന്നു. അപ്പൊ ഇപ്പൊ വിളിച്ചപ്പോ കട്ടാക്കും. ഇപ്പൊ ആകെ കയറി പിടിച്ചാൽ ഇപ്പൊ തന്നെ വണ്ടി എടുത്ത് നമ്മള് ഉമ്മാരെ ഒടിക്കാൻ പോകും. അപ്പൊ ഉമ്മ അവിടെ ഒറ്റയ്ക്ക് നിൽക്കും. നാളെ രാവിലെ ഇപ്പോ കർണാടക കാല് പറയണേ. ഞാനോട് ശരി ഉമ്മ പോയിക്കുന്നു. ഉമ്മ നാളെ രാവിലെ പണി കഴിഞ്ഞാൽ അപ്പൊ വരാന്നാണ്. കാറ്റ് പറയണേ. ഉമ്മ പോയി സത്യം. എന്താ നിങ്ങള് വിളിച്ചു നോക്കി, ഫോണിൽ വിളിച്ചു നോക്കി, നിങ്ങൾ ക്യാമറയിൽ നോക്കി. ഉമ്മമാരെ പണം പോവും. ഞങ്ങള് കാര്യത്തിലാ പറയുന്നില്ല. അല്ലെങ്കിൽ ഉമ്മ കാണുണ്ടാവും, കുട്ടിന്റെ ഒച്ചെങ്കിലും കേൾക്കും. അതാലോചിച്ചാണ്. നീനുവിന്റെ ഒച്ചെങ്കിലും കേൾക്കും. നീനു ഉറങ്ങാണെങ്കിൽ ഞങ്ങളെ റൂമിലല്ലേ ഉണ്ടാവുക, വേറെ എവിടെ ഉണ്ടാവുക? ഒരു പവർ കിട്ടട്ടെ. നിങ്ങക്ക് കഞ്ഞി വെച്ചത് കൂടെ എന്താ കുറുവൈലി എന്താ ചാമക്കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ് ഇറക്കം മാർക്കറ്റ് നാളെ പണിക്കില്ല. പണി കഴിഞ്ഞാൽ വരുമ്പോ അവിടെ ഉണ്ടാവും അറിയുന്നത്. അപ്പൊ അതറിയില്ല. പിന്നെ നിങ്ങളുടെ അടുത്ത് കടക്കാൻ പറഞ്ഞു. പേടിക്ക് കടക്കാൻ പറഞ്ഞു.
കഞ്ഞി ഇവിടെ നിൽക്കാം. കഞ്ഞി പാത്രത്തിൽ വെച്ചാണ്ടായിരിക്കും. നിങ്ങള് ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല, നിങ്ങള് കട്ടാക്കി. ആ പിന്നെ നിങ്ങള് എന്തൊക്കെ ഫോട്ടോ ഇട്ടെടുത്ത് പറഞ്ഞു റിതുവിന്, എന്താ പോസ്റ്റർ ഇട്ടെടുത്ത് പറഞ്ഞു ഓള് പറഞ്ഞു. നിങ്ങളെ ഫോണൊക്കെ തന്നെ കുഞ്ഞാണി നേരിക്കാണ്ട് ഞാൻ അതല്ല റിതു പറഞ്ഞാണേ, ഞാൻ പറഞ്ഞൊന്നല്ല. എന്താ നൂറ എന്തൊക്കെ നൂറ എന്തൊക്കെയുണ്ട് നിങ്ങള് ഫോണിൽ വിളിച്ചു നോക്കി ഉമ്മാന്റെ. എന്താ ഇനി ഉമ്മാനോട് കണ്ട് എന്താ അറിയാ? എന്ത് ഞാൻ കിട്ടിയതാണ്. കണ്ണീര് തുടച്ചിട്ട് പറയും. നിങ്ങളെന്താ വിളിച്ചേ? ഞാൻ ഒരു വീഡിയോ എടുക്കട്ടെ, ഞാൻ പോയി വീഡിയോ എടുക്കട്ടെ. പന വിട്ട് തെറ്റി പോയിട്ടുണ്ട്. നാളത്തെ ഒരു ബ്ലോഗാവും അങ്ങനെ എടുത്തപ്പോ കാര്യമാണ്. അതുകൊണ്ട് ഇമ്മാനെ അല്ല ഇപ്പൊ ഇമ്മാനെ തെറ്റി ഇമ്മാനെ തെറ്റി ആരൊക്കെ തെറ്റിപ്പോയിക്കും. അപ്പൊ ഇപ്പൊ കണ്ണീര് പോയിക്കുന്നു. വാതിലൊക്കെ അടക്കുന്നുണ്ട് പേടി. കാര്യത്തിലാണ് ഇമ്മ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല. കഞ്ഞി എവിടെ അറിയില്ലേ? ഞങ്ങളോട് പറഞ്ഞു കഞ്ഞി ചാപക്കഞ്ഞി ഉണ്ടാക്കിക്കണോന്നേ. കൂട്ടാൻ കഞ്ഞൊന്നും ഉണ്ടാക്കിയിട്ട് ഞാൻ തോന്നുന്നു. ആ ഉണ്ട് പാത്രത്തിൽ കുക്കിംഗ് സാനിപ്പ. ഉമ്മാന്റെ പകരം സാനിപ്പയാണ് മുന്നിൽ. ഇമ്മാനും കാട്ടി വലിയ പോരാടി മറ്റാരുമില്ല. അപ്പൊ നൊളിച്ച ബാത്റൂമിൽ പോയി ഉമ്മ ഇല്ലാത്തതിന് സങ്കടം. അപ്പൊ ഉമ്മാനായിട്ട് ഞങ്ങൾ ഓരോടി ഇത് പോവുകയാണുള്ളത് 100% ഉറപ്പിച്ചാണ്. എന്നിട്ട് കണ്ണീര് നടത്തിട്ടാണ് കണ്ണീര് പിന്നെ ക്യാമറ എടുത്തപ്പോ പാക്ക് ചെറിയ അത് തുടങ്ങി ശരിക്കും അങ്ങനല്ല. അതുണ്ട് ഇപ്പൊക്കെ ആദ്യം ഇപ്പൊ വന്നപ്പോ ഞാൻ ഫോൺ അങ്ങോട്ട് പോയിട്ട് ചെയ്യാം. ഞാൻ ഇവിടെ വിളിച്ചേക്കേന് അപ്പൊ ശരിക്കിനാണ് മുഖം മാറി. എന്ത് ഞാൻ ഓളെ കിട്ടിയതാണ്, ഓൾ ഇന്നെ കിട്ടിയതല്ല. തിരിച്ചു ചെറിയ പോലെ ഇനിയിപ്പോ പോയോ എന്റെ കഥ അവിടെ തുണി കുപ്പായൊക്കെ നോക്കിട്ടോ. തുണി അന്ന് ഇന്നലെ കല്യാണത്തിന് ഇട്ടാ തുണി കുപ്പായൊക്കെ കിടക്കുന്നുണ്ട്. അത് പോകണേ പതിട്ട് കട പോവുള്ളൂ. ഞാൻ അതൊക്കെ വിചാരിച്ചു. ഇനി കണ്ണീരൊന്നും വേണ്ട. ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. പോയിട്ടാ ഹലോ ഗൈസ്, നോക്കിക്കളെ എന്ത് ചാമക്കഞ്ഞിയാണ്. കുട്ടിയല്ല ഞാൻ എന്തിനാ പറ്റിയ മാറുന്നു. ഞാൻ ഇനിയിപ്പാക്ക് മനസ്സിലാവണ്ട വീഡിയോ എടുക്കണ്ട അവിടെ കുപ്പായ ഊരി എറിഞ്ഞു കാണാൻ ചാടിയത്. അപ്പോ ഇപ്പാന്റെ
പ്രാങ്ക് വീഡിയോ ആളുള്ളൂ അത് നീനും പറ്റിയാണ്. ചെറിയ കുട്ടികളെ അറിയിച്ചിട്ടാണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ, അവസാനിപ്പിക്കുകയാണ്. അപ്പോ ഇനി അടുത്തൊരു പുതിയ നല്ല കിണ്ണ വീഡിയോ ആയിട്ടാണ് വരും. അപ്പോ എല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട. അപ്പോ